എവിടെ എവിടെ? ഹലോ, ഞങ്ങളുടെ സ്ഥലത്തെത്തിയാണ്. ബുദ്ധിയില്ലാത്തവനെ കൊണ്ട് ഹലോ വാസോണ്ണ, ഞങ്ങളെത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ പെട്ടിരിക്കുവാ. എവിടെ? ബാക്കിൽ ഇതിനകത്ത് കയറിയത് കഴിയൂ. അത്ര ഈസി ആയിരുന്നല്ലേ? അല്ലതാ. അപ്പൊ എങ്ങനെ പ്ലാൻ എങ്ങനെ? എന്താണ് എല്ലാരും ചോപ്പിലാണല്ലോ. ഒരു ചോപ്പം കൊടു, ചുമന്ന് നീലിച്ചങ്ങ് പോവാ. ഒരു ചുവന്നുടുപ്പിട്ടാലോ? അത് ശരിയാ. വണ്ടി കയറ്. അയ്യോ മൊത്തം ചോപ്പ്. എന്ത് പറ്റി? കണ്ണാ വാസണ എവിടുണ്ട്? എവിടെയാ? ഞാനിവിടെ മുതുക്കിലുണ്ട്. വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചു 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 കഴിച്ചോ? ഞാൻ ഗ്യാങ് ഹൗസിൽ പോയി ചോറും ചമ്മന്തി എടുത്തോണ്ട് വരാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഏത് ഗ്യാങ് ഹൗസ്? അല്ല, അവിടത്തെ അടുക്കളേനെ ഞാൻ ആരും കാണാതെ ഒരു പൊതി ചോറ് മാറ്റി എടുക്കാന്ന് വിചാരിച്ചു. എന്റെ പൊന്നു കണ്ടാമണി, ഞാന് അല്ല കൺമണി, ഞാന് എവിടെ ഉണ്ട് ഇപ്പൊ? ഞാൻ മുതുക്കിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം, വെയിറ്റ് ചെയ്യ്. നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഡേ, പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അമ്പത്തൊരു നിന്നെയാണ് എനിക്ക് വിശ്വാസം ഇല്ലാത്തൊരു ബുദ്ധി ഇല്ലാത്തവൻ. മറ്റവൻ ഐക്യു മെയിൻ ആണ്. ഞാൻ പറയണ കാര്യങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം നീ അമ്പത്തൂര് ഗ്യാങ് ഹൗസിൽ പോയിട്ട് അവിടെ എന്തുവാ സംഭവിക്കുന്നതെന്ന് നോക്കിട്ട് വരണം. എന്ന് കരുതി മാറി ഇന്ന് ആൾട്ടാ പഠിച്ച് മെറ്റ അടിച്ചിട്ട് വന്ന അടിച്ച് മോന്ത എന്തിരിക്കും, മനസ്സിലായ? ഗ്യാങ് ഹൗസിൽ പോയിട്ട് വരണം. അനി എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പോന്ന വഴിക്ക് പറയാം. നിന്റെ പരിപാടി അല്ല ബാല, ഞാനൊരു കാര്യം പറയാം. നീ സ്വന്തമായിട്ടൊരു ഗ്യാങ് ഒക്കെ തുടങ്ങി അവരൊരു ഫാമിലി പോലൊക്കെ കണ്ടിട്ട് നിന്നെ ഇതേപോലെ ഇല്ലാത്ത കരടിയെ വെച്ച് പണിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും? തോന്നുന്നില്ലേ? എന്റെ മാനസികാവസ്ഥ ഇപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്റെ KGF എനിക്ക് തിരിച്ചു വേണം. തിരിച്ചെടുത്തിരിക്കും നമ്മള്. ഒരു കാര്യം ഞാൻ പറയാം, സ്വർണ്ണമാണെങ്കിലും നമ്മൾ എടുക്കും. ഒരു കാര്യം ഞാൻ ഇപ്പഴാ പറഞ്ഞേക്കാം. സുനിമോന് വെട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങാണം വെട്ടിയിട്ടാ നിന്റെ തല അടിച്ചാൽ പൊട്ടിക്കും. പ്ലാൻ എന്താന്ന് വെച്ചാൽ സിമ്പിൾ പ്ലാൻ. അമ്പത്തൂരിനെ നമ്മൾ ഗ്യാങ് ഹൗസിൽ വിടുന്നു. അമ്പത്തൂരിനെ ഗ്യാങ് ഹൗസിൽ വിട്ടിട്ട് ഗ്യാങ് ഹൗസിൽ എന്താ പരിപാടി നോക്കുന്നു. ഗ്യാങ് ഹൗസിൽ വല്ല പെണ്ണുങ്ങളുമായിട്ട് കൂത്താട്ടമാണെങ്കിൽ നമ്മൾ കൺമണിയെ മാറ്റി വേറെ ഏതെങ്കിലും പേരിൽ ഇറക്കുന്നു. കൺമണിയെ കുറച്ച് മോഡേണൊക്കെ ആക്കി ഇറക്കുന്നു. ബാലൻ ബാബുവിനെ വിളിച്ചിട്ട് കിടിലൻ ഒരു പീസ് ഉണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയുന്നു. സിറ്റിയിൽ പുതിയതാ. ഏത്? അവിടെ ചെന്ന് ഗ്യാങ് ഹൗസിൽ റേവ്, പിന്നെ പാർട്ടി, ലാസ്റ്റ് കൊട്ടി കലാശം, KGF തിരിച്ചെടുക്കുന്നു, മൊത്തത്തിനും കൊല്ലുന്നു. ഏത്? കൊല്ലല്ലേ? കൊല്ലാം. മറ്റേ ലോറിക്കകത്ത് ആൾക്കാരെ ഇറക്കണം. ഏത്? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഓക്കെ. അല്ല, ഇവരെല്ലാരും ഗ്യാങ് ഹൗസ് ഇല്ലെങ്കിലോ? ബാല, സ്ക്രീൻ റെക്കോർഡർ ഓഫ് ചെയ്തല്ലേ? നീ വെട്ടിക്കോ. ഒന്നുകൂടെ ഡയലോഗ് പറയോ? ഒന്നും പറയണോ? അല്ല വേണ്ട, ഞാൻ എടുത്തോളാം. അത് പറഞ്ഞപ്പോഴേ ഓർത്തത്. പീസ് എന്ന് പറയാൻ പാടില്ല. പീസ് എന്ന് പറഞ്ഞ ബാനാ. അതെ, പീസ് എന്ന് പറഞ്ഞാ തീർന്നു. എന്നാ ചരക്കെന്ന് പറയാം.
അതാവുമ്പോ കിടക്കത്തില്ല. അതാകുമ്പോ വീട്ടിലല്ലോ. എന്റെ പുല്ല് പാലാ. പിന്നെ 10 വരെ 1 മാസത്തെ കണ്ടിട്ടുണ്ടാവല്ലോ നിനക്ക്. അതാ. ഇതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയേ ഉള്ളൂ. കരക്കോ? അയ്യോ, ഒരു പീസിനെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാന്ന് പറഞ്ഞാലാണ് രാവിലെ 10 ദിവസം കിട്ടിയത്. കിട്ടിയിരുന്നത് അറിയാവോ? പൊന്നോ, ഞാനിപ്പോ 10 ദിവസം വീട്ടിൽ ഇരിക്കേണ്ടി വന്നാണ്. അയ്യോ അയ്യോ, ഒരു മിനിറ്റ്. TVA gang members assemble at GH for meeting. ടൈം അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയും എങ്ങനെയാ? പുതിയൊരു ഐറ്റം വന്നെന്ന് പറഞ്ഞാ മതി. പീസ് എന്ന് പറഞ്ഞാലേ ഇത് അത് ഐറ്റം ഐറ്റം. ഞാൻ റേഡിയോയില് പറയല്ല അവിടെ നടക്കുന്ന കാര്യം. കൺമണി എവിടെ? കൺമണി എവിടെ? കൺമണി അതല്ലേ അത് കുളിക്കുക. എടെ അയ്യോ, എന്ത് ചെയ്യാനാ, ഇവിടൊക്കെ തന്നെ അല്ലേ എപ്പോഴും. ഡ്രസ് നോക്കി ആളെ പറയല്ലേ? മുടി നോക്കി പറയും. മുടി എവിടത്തെ? തല്ലില്ല. അയ്യോ, ഈ പെണ്ണിനി എവിടെ പോയി കിടക്കണം? അതെ അതെ, പറയാൻ പറ്റത്തില്ല. ഇതേപോലെ 5-6 പേരുണ്ട്. സത്യം. അവൻ തൃശ്ശൂര് കിടന്ന അവനെ സിംഹൻ എന്നാ നാട്ടുകാർ വിളിക്കുന്നത്. ഹലോ, ഈ പെണ്ണിന്റെ കാൽ ഹലോ ഹലോ, എവിടുണ്ട്? എവിടുണ്ട്? ഞാൻ ഈ മരത്തിന്റെ മൂട്ടിലുണ്ട്. ഏത് മരത്തിന്റെ മുടി? മുതുക്കിന്റെ മരത്തിന്റെ മൂട്ടില്. മുതുക്കില ഇവിടെ മരം? മുതുക്കിന്റെ സൈഡില് 2 മരം, ഒരു തെങ്ങ് നിപ്പുണ്ട്. അല്ല, 2 തെങ്ങ് നിപ്പുണ്ട്. അവിടെ കാറാണ്, മഞ്ഞ കളർ കാറ്. ഓറഞ്ച് കളർ കാറിന്റെ അടുത്തായിട്ട്. ഓക്കെ ഓക്കെ. ഇത് കൺമണി. കണ്ണ കെട്ടിപ്പിടിയൊന്നും വേണ്ട. കണ്ണ വാ തുറക്കൂലേ? കണ്ണാപ്പിയെ വിളിച്ചാന്ന് വിചാരിച്ചാണ്. പെട്രോൾ അടിച്ചിട്ട് അങ്ങ് പോവാ. അയ്യോ, പടമായ എന്താണ് നിനക്ക് ഇത്രയും പേടി? വണ്ടി പോയത്. വണ്ടിയിലാരൊക്കെയാ? വണ്ടിയില് ബാലകൃഷ്ണ നായർ, അമ്പത്തൂർ സിംഹം, അയ്യോ അമ്പത്തൂർ സിംഗം, അമ്പത്തൂർ സിംഗം, പിന്നെ ഒരാളോട് ഉണ്ട്. അതറിയാം. അറിയാവോ? ഒന്നറിയാവുന്ന പെട്രോൾ അടിക്കും. 5000 രൂപ. 25,000 രൂപ. 5,000 തരാം. അയ്യോ, എന്തൊരു ഇത്ര അവസ്ഥയെന്ന് അറിഞ്ഞില്ല കേട്ടോ. ഫുഡ് എല്ലാം വേണം. 2 പഴമുണ്ട്, വേണം. പഴം വേണ്ട. അല്ല അതേ ഉള്ളു, ഞാനതൊക്കെയാണ് തിന്നുന്നത്. അതാകുമ്പോ വില കുറവാ. ബർഗറുണ്ട്. അതൊക്കെ ഉണ്ടോ? എന്താണെങ്കിലും സംഭവം തന്നെയാണല്ലോ. ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുമ്പോ നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് റിപ്പയർ ആവും. ഞാൻ പ്രീമിയം ഫ്യൂൽ അടിക്കുള്ളൂ. ആണല്ലേ? വെറുതെ അല്ല എപ്പോഴും വണ്ടി വെച്ച് താഴെ വീഴുന്നു. അയ്യോ, ഇതെവിടെ പോകും? അത് എന്തിന്? എന്താ പൊട്ടിച്ച് കയറിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. മീറ്റിംഗ് ആയോ? അമ്പൂനെ ഞാൻ അവിടെ ഇറക്കാം.
ഓക്കെ പിന്നെ എന്നിട്ട് നായരെ റേഡിയോ ചെങ്ങണ്ണുകരെ മാറിയില്ലേ നായരെ? അയ്യോ അത് കന്നിച്ചോരാണ് കുട്ടി. അത് ഓ കന്നിച്ചോരയായിരുന്നല്ലേ? ഓ അതെ അതെ. അയ്യോ സുഖമാണോ? നിനക്ക് സുഖമല്ലല്ലേ? കുഴപ്പമില്ല. സുഖാണ്. ബാലടുത്തല്ല, ഞാൻ വിസ്കിയോട് പറഞ്ഞതാ ഇവിടെ. ആണോ? അയ്യോ രണ്ടും കണക്കാ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ തെറ്റിദ്ധരിച്ചില്ല കേട്ടോ. ഇപ്പോഴാണെങ്കിലേ നമുക്ക് ധൈര്യമായിട്ട് ഗ്യാങ് ഹൗസിൽ കയറാം. എല്ലായിടത്തും കയറാൻ ഭയങ്കര ഫ്രീഡം ആണ്. ഞാനാണെങ്കിൽ ഇന്നലെ ഗ്യാങ് ഹൗസിലാ കിടന്നതും. എന്തൊരു തണുപ്പ് ഏസിയൊക്കെ. വാസണ്ണ ആ തണുപ്പ് കുറയ്ക്കുന്ന സ്വിച്ച് ഒന്ന് പറഞ്ഞിരുന്നേ. എനിക്കാണെങ്കിൽ വലിയ പിടുത്തവും ഇല്ലാതെ ഭയങ്കര തണുപ്പായിരുന്നു. എന്റെ പൊന്നെ, തണുപ്പ് കുറയ്ക്കണ സ്വിച്ചാ? ഇങ്ങോട്ട് കണ്ടില്ല? അയ്യോ എ സി ആണ് ഇട്ടത്. നമ്പൂരി പറഞ്ഞ എ സി ഇട്ടാ മതി. നമ്പൂരിക്ക് എങ്ങനെ അറിയാം തണുപ്പുണ്ടായിരുന്നെന്ന്? നമ്പൂരി ആണല്ലോ എന്നെ ഗ്യാങ് ഹൗസിലോട്ട് വിളിച്ചത്. അല്ല, റൂമിൽ തണുപ്പുണ്ടായിരുന്നെന്ന് നമ്പൂരിക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ പറഞ്ഞു. അത് പിന്നെ തണുപ്പ് കുറച്ച് നമ്പൂരിക്ക് അടിച്ചു കാണും. അതെങ്ങനെ അടിച്ച്? എ സി അല്ലേ, അന്തരീക്ഷം അല്ലേ, തണുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലോ. ആ ഇടയ്ക്കിടയ്ക്ക് നമ്പൂരി വന്ന് തുറക്കുന്നുണ്ടായിരുന്നേ. ഇറങ്ങി പോടേ. അവിടെ ചെന്നിട്ട് സിറ്റുവേഷൻ എന്തോ കറക്റ്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കണം. ഗ്യാങ് ഹൗസിൽ വേറെ വല്ല പെണ്ണുണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എല്ലാം കറക്റ്റ് ആയിട്ട്. ഇനി കൺമണി നമുക്ക് ഇവിടെ വേണ്ട, അപ്പുറം പോവാം. ഇവിടെ ഇന്ന് ചെയ്യാം. കൺമണി ഇനി ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം. എന്താ? കൺമണിയെ ഞങ്ങൾക്ക് ഒരു മേക്ക് ഓവർ തരാൻ പോവാ. കൺമണിക്ക് എന്തായിട്ട്? അതായത് ബാല ബാല ഒരു കേട്ടാ തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു പേര് പറ. പൊട്ടിത്തെറിക്കുന്ന ഒരു പടക്കം ജാനു. പടക്കം ജാനു. അങ്ങനത്തെ പേരല്ല. പിന്നെ അയ്യോ അല്ല സിൽക്ക് സ്മിതാണോ അങ്ങനൊക്കെ ഇട്. അപ്പൊ പിന്നെ ഒരു കുറച്ച് മോഡേൺ ആയിരിക്കണം. കേട്ടാ തന്നെ പൊട്ടിത്തെറിക്കണം, തീ പാറണം. മോഡേൺ ആയിട്ടല്ലേ? മോഡേൺ ആയിട്ടുള്ള പേര്. ബാല നിന്റെ ഐക്യൂലൊന്നും ഇല്ലേ? നിനക്ക് ബുദ്ധി ഉണ്ടെന്നൊക്കെ നീ തന്നെ പറയണേണ. അയ്യോ ഞാൻ ഈ പെമ്പിള്ളാരുടെ പുറകെ നടക്കാത്തോണ്ട് പെമ്പിള്ളാരുടെ പേരൊന്നും എനിക്കറിയാം. ഓ പിന്നെ മുടി കണ്ട് പെണ്ണിനെ പറയുന്നവനാ. പേര് പറ. ഇപ്പൊ സൂസൻ ഇട്ടാലോ നമുക്ക്? അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അല്ലേ? അത് വേണ്ട. എടേ ഈ മറ്റേ ഈ വലിയ മറ്റേ ഇംഗ്ലീഷുകാരുടെ പേരല്ലേ ബില്ലി എലിഷോ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? അതേപോലത്തെ അതാകുമ്പോ ബാബുവിനെ വിളിക്കാനും പാടായിരിക്കും. ഡോജോ ക്യാറ്റോ? അതെ, ഡോജോ ക്യാറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കൺമണി, നമ്മൾ കൺമണിക്ക് വേറെ ഐഡന്റിറ്റി കൊടുക്കുന്നുണ്ട്. ബാലൻ ചിലപ്പോ ബാബുവിന്റെ ഫ്രണ്ട് വെച്ച് പലതും പീസ് എന്നൊക്കെ അത് പറയുമായിരിക്കും. അല്ല പീസ് പറഞ്ഞോടെന്ന് പറഞ്ഞില്ല. പിന്നെ പറയുന്നത് നമ്മള് എനിക്ക് വീട്ടിലിരിക്കാൻ വയ്യ. മറ്റത് പറഞ്ഞാലേ ചിലപ്പോ സരക്കണ്ണന് ഫീൽ ആവും. വിട്ടേക്കാം ചരക്ക്. ഓ ഓ ഓ ശരി, അത് ശരി ശരി. ഐറ്റം പീസ് മുതലായോ ഒത്തിരി ലില്ലിയോ? അയ്യോ അല്ല അങ്ങനത്തെ പേരിട്ട ബാബു മാത്രമേ വളയത്തുള്ളൂ. ബാക്കിയുള്ളവര് ഏരിയയിലോട്ട് പോയോ? പേരിട്ടപ്പോഴേ പോയോ? കഴിഞ്ഞില്ലായിരുന്നോ? എന്തേ പേരൊക്കെ ഒന്ന് ചിരിച്ചതാ. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. അയ്യോ അമ്പു മെസ്സേജ് അയക്കണേട്ടാ. ഇന്നലെ എത്ര ഒരു പടം ഉണ്ടായിരുന്നു അവിടെ.
നമുക്ക് ആ പേര് വെക്കാലോ. അമ്പു പറ എന്താ സിറ്റുവേഷൻ? പൂത്തിരില്ലയോ? വന്നോ? എസ്തറില വേറെ ഗേൾസ് ഉണ്ടോ? വിളിക്കുന്നുണ്ട് ആരേക്കോ? എന്തോ അവിടെ കറണ്ട് സിറ്റുവേഷൻ ആരൊക്കെ ഉണ്ട് അവിടെ? എടാ അമ്പു കേക്കാവോ? ആ കേക്കാം. അമ്പു കണ്ടേ പറയാ. ഇവിടെ എസ്തർ മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്, ബാക്കി ബാബു സൈറ്റും ഞാനും പ്രൊഫസറേ ഉള്ളൂ. ബാക്കി എല്ലാരും വന്നോണ്ടിരിക്കുക. ബാബു ഒക്കെ എന്ത് ഇருக்கு ആണോ? പിന്നെ എസ്തർ നീ ബ്രൗസർ മാത്രമേ പറഞ്ഞു. ബാബു സൈറ്റുണ്ടോ പറഞ്ഞു. ആണോ? ഓക്കെ ഓക്കെ. ബാബു എന്തെടുത്തോണ്ടിരിക്കും അവിടെ? എസ്തറായിട്ട് എന്തോ സംസാരിച്ചോണ്ടിരിക്കുക. ആരായിട്ട്? നൈസായിട്ട് അടുത്ത് എന്തോ പറയുന്നത് കേക്ക്. പണ്ട് ലുലു മോളിന്നൊക്കെ ഡ്രസ് എടുത്തു വന്നോണ്ടിരുന്ന അപ്പൊ ഇനി തൊട്ട് പൂത്തിരില്ലേ? മേളയായല്ലേ? കേട്ടാ? പൂത്തിരില്ലല്ലോ. അയ്യോ എന്തുവായിരുന്നു പേര്? ഡോജോ ക്യാറ്റ്. അത് വേണോ? പറയാ അതല്ലേ എനിക്ക് പൂത്തിരില്ലേ മതി. നമുക്ക് വിളിക്കാം. നമുക്ക് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ പൂത്തിരി ലില്ലിന്ന് വിളിക്കാം. പൂത്തിരി ലില്ലി. പൂത്തിരി കുടുംബ പേര്. പൂത്തിരി കുടുംബ പേര്. ഓക്കെ ഓക്കെ. ഇനിയാണ് രായ നിന്റെ റോൾ. അല്ല രായ അല്ലല്ലോ, നിന്റെ പേര് ബാലൻ. നിന്റെ റോള് ഇത്. പൂത്തിരി വർക്ക്. എനിക്ക് പൂത്തിരി കമ്പിത്തിരി ഒന്നും വേണ്ട, എനിക്ക് ബാലൻ അത് മതി. ബാലനെ കണ്ട എന്റെ പൊന്ന് കെട്ടാൻ വേണ്ടി നോക്കി വെക്കാതെ ഡ്രസ് മാറ്. പൂത്തിരി ലില്ലിയുടെ വേഷമാണ് ഇടേണ്ടതല്ലേ? പൂത്തിരി ലില്ലിയുടെ വേഷം. ഞങ്ങൾ വെളിയിൽ നിൽക്കാം. പൂത്തിരി ലില്ലിയുടെ വേഷം ഇട്ട് വെളിയിലോട്ട് വാ. ഞാൻ അവിടെ ചെന്നിട്ട് പുതിയൊരു ഐറ്റം സിറ്റി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയണം. നീ അവിടെ ചെന്നിട്ടല്ല, ബാബുവിനെ വിളിക്ക്. ബാബുവിനെ വിളിച്ചിട്ട് നൈസായിട്ട് അല്ല വേണ്ട, ഒരു കാര്യം ചെയ്യ്. നിന്റെ വിളിച്ചിട്ട് പറയാ. നീ വിളിച്ചിട്ട് പറ ഫോൺ കംപ്ലൈന്റാ. ഞാൻ പറയുന്ന കേക്കാവോ എന്ന് ചോദിച്ചിട്ട് ഫോൺ കംപ്ലൈന്റ് ആണെന്ന് പറയണം. ഫോൺ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് റേഡിയോയിൽ ഒന്ന് ജോയിൻ ചെയ്യോ. 96 ഒരു അർജന്റ് കാര്യം പറയാനുണ്ടെന്ന് പറയണം. എന്നിട്ട് നീ പറയണം ഫോൺ എടുക്കല്ലേ. അമ്പു വെയിറ്റ്. അപ്പൊ നീ അതിട്ട് പറയണം എവിടെ എന്തോ പരിപാടി ഒരു കിടിലൻ ഐറ്റത്തെ കിട്ടിയിട്ടുണ്ട്. എസ്തറിന്റെ ഒരു കിടിലൻ ഐറ്റത്തെ കിട്ടിയിട്ടുണ്ട്. ഗ്യാങ് ഹൗസിലോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാം. എന്നാലും ആദ്യം ഇങ്ങനെ പറയണം, ഗ്യാങ് ഹൗസ് കൊടുക്കാം. അയ്യോ പറഞ്ഞ പോലെ ഗ്യാങ് ഹൗസിൽ പെണ്ണ് കയറ്റാൻ പറ്റത്തില്ലല്ലോ, കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കണം. ഓക്കെ. അപ്പൊ വേഗം 8888 വേഗം വിളിക്ക്. എടേ അമ്പത്തൂര് ബോട്ട് പട്ടി. ആ ബാബുവിനെ നമ്മള് ഈ റേഡിയോക്കകത്ത് കയറ്റാൻ പോവാ. നീ ആവശ്യമില്ലാത്ത നീ സംസാരിക്കുകയോ ചെയ്തതിനകത്ത്. ഹലോ ഇത് മതി. ഓ സെറ്റ്. പക്ഷെ ഈ മുടി കണ്ടാ തൂക്കും. അപ്പൊ നമുക്ക് മുടി ചേഞ്ച് മാസ്ക് അല്ല മുടി വെട്ടണം. വാ മുടി വെട്ടാം. അപ്പുറത്ത് മുടിയുടെ കളർ മാറ്റിയാ പോരെ? വാ അല്ലെങ്കിൽ മുടി വെട്ടാം. എന്തെങ്കിലും ഒന്ന് ചെയ്യോ? ക്യാഷ് ഇല്ല ഷോട്ടാ നിന്റെ. അത് ശരി. നായർ എവിടെ നിൽക്കുന്നു? നായർ ബാലങ്കി നായർ. ഓ പുതിയൊരു കൊച്ചെത്തിയിട്ടുണ്ട്. ലില്ലിന്നാ പറഞ്ഞ കിട്ടിലായിട്ട് പെട്ടെന്ന് 96 അങ്ങേരിക്ക് റേഡിയോ കയറാൻ പറഞ്ഞപ്പോ വയ്യ. ഞാൻ ഒരു വൈറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ റേഡിയോ ചെയ്താത്. ഹലോ ബാബു ചേട്ടാ. ഹലോ. അയ്യോ ഇതിലൊരു കിട്ടില്ല സാധനം വന്നിട്ടുണ്ട്. അയ്യോ കണ്ണു തെളിപ്പോ. എന്റെ കൂടെ ഉണ്ട് കുട്ടി. ബാർബർ ഷോപ്പ് എത്തി. കുട്ടിക്ക് പണക്കാരനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. കുട്ടിക്ക് സിറ്റിയിലെ ഏറ്റവും വലിയൊരു പണക്കാരനെ അല്ല സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരനെ പരിചയപ്പെടണമെന്ന് പുള്ളി.
കാര്യം പറയാം, മൊലാളിയുടെ ഒരു കഷ്ണം ഇറച്ചി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിന് പൈസ എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരിക്കാണ്. ഞാൻ ലാസ്റ്റ് മൊലാളിക്ക് അന്ന് കിട്ടിയ ഇലാസ്റ്റിക്കിന്റെ വള്ളി കൊണ്ട് തൊട്ടിട്ടപ്പോ അവർ എടുക്കൂലെന്ന് പറഞ്ഞു. ഇനിയിപ്പോ മൊലാളിയുടെ ഒരു കഷ്ണം ഇറച്ചി എന്തെങ്കിലും കിട്ടണം DNA ടെസ്റ്റ് ചെയ്യാതെ. അല്ല സിറ്റിയിലെ കോടീശ്വരൻ നിങ്ങളാന്ന് പറഞ്ഞ അതെ, ഞാൻ തന്നെയാണ്. അതോടെ നിങ്ങളെ വിളിച്ചു. അതുമില്ല ഗ്യാങ് ഹൗസില് കുഴപ്പമുണ്ടോ? അങ്ങനെ പണ്ടില്ലായിരുന്നു. മൊലാളി പണ്ട് കേട്ടിട്ടില്ല. ഇപ്പൊ പിള്ളേർക്ക് ഏറ്റവും കിടറ്റ് എല്ലാ പരിപാടിയുണ്ട്. അതെ ഞങ്ങൾ അറിഞ്ഞ് കേട്ട് ഏതാ മോനെ, ഗ്യാങ് ഹൗസിലെ പെമ്പിളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റേറ്റവും കൂടി 3 പേർക്ക് കയറാം. അത് കഴിഞ്ഞാലേ ഉള്ളൂ, കാരണം 3 റൂമേ ഉള്ളൂ ഗ്യാങ് ഹൗസിലെ. മതിയല്ലോ 3 പേര്. 3 വെച്ച് കയറാം. അയ്യോ അപ്പൊ ഇന്ന് താല്പര്യശാണോന്നോ? പണക്കാരോട് മാത്രം താല്പര്യമുള്ള പുള്ളിക്കാരി ലില്ലിയെങ്കിൽ ഇല്ലി വാ. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഒരു വെടിവെക്ക് ഒരു മൂടി ഇരിക്കാണ്. എനിക്ക് തോന്നി. വീട്ടല്ല. ഞാൻ അങ്ങോട്ട് വരാം. എന്റെ സ്വന്തം ബ്രോങ്കോയിൽ തന്നെ വരാം. ഗ്യാങ് ഹൗസിൽ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഗ്യാങ് ഹൗസിൽ ഗ്യാങ് ഹൗസിൽ അത്രേ ഉള്ളൂ. ഇപ്പൊ വരാം. ഓക്കെ റേഡിയോ ഇറങ്ങി റേഡിയോ ചേഞ്ച് 96.6 എടുത്തോ. വേലക്കാരിയായിട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. വേലക്കാരിയൊന്നും വേണ്ട. ഇതാകുമ്പോ അല്ലെ എന്ന് പറഞ്ഞാലും ബാബു ഒലിപ്പിച്ച് വരുമല്ലോ, അത് നമുക്ക് കാണായിരുന്നു. ഇല്ല. ഓ ഏതാ വിഷയം? ഇനി ഇത് കർച്ചീഫാണോ ഇത്? അറിയില്ലടാ. ആണോ? ഓക്കെ. ഞാനൊരു കാര്യം പറയട്ടെ കുട്ടി, ഇനി ശബ്ദം ഒന്ന് മാറ്റണം. ഞാൻ അങ്ങനെയാണെങ്കിൽ ശിവാനിന്റെ സൗണ്ട് എടുക്കട്ടെ. ഒന്നെടുത്ത കേക്കട്ടെ. ഹലോ. കൊള്ളാലേ? മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. മിമിക്രിയൊക്കെ അറിയല്ലേ? ഒന്നൂടെ എന്തെങ്കിലും ലോങ് ആയിട്ടുള്ള സെന്റൻസ് പറഞ്ഞേ. ഹലോ ബാബു ചേട്ടാ, അത് പറഞ്ഞു നോക്കട്ടെ. ഹലോ ബാബു ചേട്ടാ. വീണ് അവിടെ ചെല്ലുമ്പോഴീ പോളാണ് കേട്ടോ. അയ്യോ എടാ ഞാനും പേടിച്ചു പോയി. സത്യമായിട്ട് ഞാൻ പേടിച്ചു പോയി. എന്റെ കൈ പെരുക്ക. കത്തിയത് ആ ശബ്ദം കേട്ടോ വൈകില്. ഹലോ വഴിയിലിട്ടിട്ട് പോവാണേ. എടുത്തോണ്ടൊക്കെ പോയി ഇതിനെയൊക്കെ. 25 വയസ്സായി പുണ്ട്. എനിക്ക് പേടിയാണ് ഇടിയൊക്കെ. വണ്ടിക്ക് ഇടക്ക് അവിടെ എന്തോ കാണിച്ച്? ഒന്നും കാണിച്ചില്ല. അല്ല വണ്ടി കയറാൻ വണ്ടി കിടക്കുന്നല്ലോ. ശ്രദ്ധിച്ചായിരുന്നു ടിവിയുടെ ഹെലികോപ്റ്റർ ഇടയ്ക്കൊക്കെ കയറാൻ. ഞാൻ സത്യം ഓർത്തോ എന്തോ കത്തിയെന്ന്. സൗണ്ട് ആള് വന്നു പറ. ഞാൻ ഈ കുട്ടിയുടെ PA ഇടിവെട്ടിടിങ്കൻ. ഓ എന്തിനായിരുന്നു വന്നത് നമ്മളെ ഗ്യാസില്? മറ്റേ എന്തു പറ്റി? മറന്നു പോയല്ല എന്റെ പൊന്ന് കണ്ടാമണി. അപ്പൊ ഇത്ര നേരം പറഞ്ഞൊന്നും ഓർമ്മയില്ലേ? സൗണ്ട് മാറ്റി സംസാരിക്കാൻ മാത്രമേ പറഞ്ഞോളൂ. അല്ല ഈ കർച്ചീഫ് ഇട്ട് വന്ന എന്തിനാ ഇപ്പോഴും മനസ്സിലായില്ലേ? വശീകരിക്കാൻ. പ്രത്യേകിച്ച് ബാബു ചേട്ടനെ എന്നെ പറ്റി അറിയാന്ന് പറയണം. അതായത് വാസുവിനെ എനിക്ക് അറിയായിരുന്നു എന്ന് പറയണം. എന്നിട്ട് എന്നെ പറ്റി അവൻ എന്തൊക്കെ വിഷം പറയുന്നു എനിക്ക് കേൾക്കണം. വാസു മരിച്ച കാര്യം അറിയണോ കുട്ടി? വാസു മരിച്ചതാ. വണ്ടി ഭയങ്കര സ്ലോ ആണല്ലോ. സ്ലോ ആണ് വേണ്ടത്. കൺമണിയുണ്ട്. അല്ല ഇല്ലേ? അയ്യോ അതുപോലെ കൺമണി എന്നൊക്കെ വിളിച്ച ലില്ലി. വാസു മരിച്ച കാര്യം അറിഞ്ഞു. അല്ല വാസു മരിച്ച കാര്യം അറിഞ്ഞു, പക്ഷെ എങ്ങനെയാ മരിച്ചെന്ന് അറിഞ്ഞില്ലെന്ന് പറയണം.
വാസു മരിക്കാരി അറിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ അവിടെ സെന്റ് ചെയ്യണ്ടേ, ഇതാകുമ്പോ കൂത്താട്ടം നടത്താം. ഇല്ല വാസു മരിച്ച കാര്യം അറിഞ്ഞു. അതായത് ലില്ലി എന്ന് പറഞ്ഞ ഒരു ഫ്ലേട്ടിങ് അത്രേ ഉള്ളൂ, മനസ്സിലായോ? അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല, വലിയ ആരത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അത് വാസു ആണേലും വാസുവിന്റെ അച്ഛനാണേലും. നമുക്ക് വെളിയിൽ നിൽക്കാം, പെർമിഷൻ ചോദിക്കാം. സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലേ? സെക്യൂരിറ്റിക്ക് ബാൻ ആണല്ലോ. വെളിയിലുണ്ട് അകത്ത് കയറിക്കോട്ടെ ചോദിച്ചു. അമ്പു വി ആർ അപ്രോച്ചിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗ്യാങ് ഹൗസ്. പെർമിഷൻ ചോദിക്കട്ടെ അകത്തോട്ട് കയറാൻ പെർമിഷൻ ചോദിച്ചു. ബാബുസേട്ടാ ഞങ്ങൾ അകത്തോട്ട് കയറട്ടെ, മറ്റേ ഐറ്റി ആയിട്ട് എത്തിയിട്ടുണ്ട്. കട്ട് ചെയ്താ എന്നാ പിന്നെ അകത്തോട്ട് അങ്ങ് എടുക്കായിരിക്കും. ഇനിയിപ്പോ ഫോൺ വിളിച്ചാലേ ചിലപ്പോ ഞാൻ മറ്റേ ഒറ്റ ബുദ്ധിമുട്ടൊക്കെയുള്ള ട്രിക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോ വീഡിയോ വെച്ചിടും കേട്ടോ. പയ്യ നടക്ക ഇളക്കി പറഞ്ഞ് പോകാതിരി. കുറച്ച് ഇളകി അങ്ങനെ. ഹലോ അവര് വന്നോട്ടെ. കുറച്ച് ബാക്കി പോ. റൂമിലോട്ടോ ഡീലറിനെ ഓക്കെ കൊണ്ടുവരാം. വരൂ നിങ്ങൾ രണ്ടുപേരും പെണ്ണിനെ കൊണ്ടുവരണേ. പെണ്ണിനെ കൊണ്ടുവരണം. ഡീലർ അവര് വരണം. ആദ്യം തന്നെ പടക്കം പൊട്ടി. അയ്യോ അണ്ണാ ഹലോ ബാബുസേട്ടെ എത്ര പിള്ളേർ പെൺപിള്ളേർക്ക് ഭയങ്കര അടിച്ച് പിറ്റാമോ? ഇവിടെ മൊത്തം പെൺപിള്ളേരല്ലേ ഇപ്പൊ. അയ്യോ കൊണ്ടുവരുന്നുണ്ട്. ലിലി പെങ്കൊച്ച് ആട്ടിയാടി വരുമ്പോ സമയാവില്ലേ? ബോസ് ആകത്തുണ്ട്. വന്നു അണ്ണാ കയറ്റി വിടുവാണേ ഇവന്മാരെ. ഇവന്മാരാന്ന് തോന്നിട്ടില്ല. അതായത് ഹലോ ബാബു സാർ, അയ്യോ തനി തങ്കം പോലൊരു സാധനത്തിനായിരുന്നു ഐറ്റത്തിനെ വരുന്നുണ്ട്. അത് കുലിയും വരുമ്പോ ഇച്ചിരി സമയം എടുക്കുക. എന്റെ ആട്ടോ നമ്മുടെ കൂടെ വന്നതാ. സമയം ഈ കാർണോന്റെ റൂം കണ്ടിട്ട് വന്നാ മതിയോ? പുതിയ ലീഡർ കാർന്ന് വരും. ഓക്കെ ഭയങ്കര തടസ്സമേ. മിന്നണ കാർന്ന് വരുന്നു. എന്റെ പി അല്ലേ, പിന്നാലെ നടന്നാൽ മതി കേട്ടോ. നിനക്ക് എന്ത് അഹങ്കാരല്ലേ? ഹലോ ഹലോ ബാബു സാർ ഇതാണ് ഞാൻ പറഞ്ഞ ലില്ലി. ഈ രണ്ട് ജെന്റിൽമാൻസിൽ ആരാണ് ബാബു? കുട്ടിക്ക് എത്ര കെട്ട് പണം വേണം? ഇവിടെ നിട്ടോ, ഇവിടെ ചുരുട്ടി വെച്ചിരിക്കുന്ന പണം എത്ര വേണമെങ്കിലും എടുക്കാം. ഒരു മിനിറ്റ്, ബാക്കിയുള്ളവന്മാർക്ക് കളി ഇപ്പോ
ഭയങ്കര ചൂട്. ശരി ശരി ചമ്പട്ടൂർ സക്കീർ മള്ളി ഇപ്പൊ ബാക്കി ഡീലർമാരൊക്കെ ഇല്ലേ? ഡിങ്കനാണ് ഡിങ്കനെ കൂടെ നിർത്തണം അയ്യോ ഈ ഡിങ്കിന്റെ ഇടയിലൊക്കെ ഡിങ്കിനെ നിർത്തണോ? ബാബു ആരെങ്കിലും എനിക്ക് ഇറക്കി ഡിങ്കൻ ഓ ഡിങ്കൻ ഇതൊക്കെ എഴുതിയൊക്കെ എടുക്കോ? ഓക്കെ അല്ല ഇത് ബാല എന്ത് പരിപാടി ഉണ്ട്? നീ എന്ത് ബിസിനസ് കൊണ്ടാണ് നിങ്ങൾ പറയുന്ന എന്ത് പരിപാടി നമ്മൾ നടത്തുന്നേ? പറഞ്ഞൊക്കെ പറഞ്ഞ ആക്ച്വലി ഞാൻ വന്നത് നമ്പർ എക്സ്ട്രാ പൈസ തരണേ. ആരുടെ നമ്പർ ഇല്ല? കുട്ടിയുടെ നമ്പർ ഒന്നും വേണ്ട. ഞങ്ങൾ ഒരു ബിസിനസ് മാറ്റർ എസ്ര അങ്ങോട്ട് ഉണ്ടോ എനിക്കോ? അപ്പൊ നമ്മളിപ്പോ സത്യം പറഞ്ഞ ഒരു പി ആണ്. എനിക്കൊരു പി ഉണ്ടായിരുന്നു അവിടെ കൺമണി എന്ന് പറഞ്ഞൊരു പി ഉണ്ടായിരുന്നു. സംഭവം ഞാനും പി ആയിട്ട് കുറച്ച് അടുപ്പത്തിലായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും പി എ ജോലിയൊക്കെ ആ കുട്ടിയെ പിന്നെ വലിയ ബുദ്ധിമുട്ടാകും. സംഭവം നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവര് ഭയങ്കര തിരക്കിലായിരിക്കുമല്ലോ. പിന്നെ അറിയാലോ കൊച്ചുങ്ങളെ വളർത്തണം ഡെയിലി, പിന്നെ ഓരോ 10 മാസം കൂടുമ്പോൾ ഒരു പ്രസവത്തിന് പോകണം, അങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും എന്തായാലും. സോ അപ്പൊ എന്തായാലും പുതിയൊരു പി എ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പി എക്ക് ഒരു പി എ ഉള്ളത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കാം. അപ്പൊ ഇപ്പൊ പിയുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ബാബു എനിക്ക് ഓൾറെഡി ഒരു പി എ ഉണ്ട്. ഈ ഡിങ്കൻ എന്റെ പി എ ആണ്. കുറച്ച് ബിസിനസ് ഡീൽസും കാര്യങ്ങളും കാരണം എന്റെ ഡീൽസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നത് മിസ്റ്റർ ഡിങ്കൻ ആണ്. ഓക്കെ ഓക്കെ. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മുടെ ആയിട്ടുള്ള പേഴ്സണൽ മീറ്റിംഗിന് വരുമ്പോ ഡിങ്കൻ ഈ ഡോറിന്റെ വെളിയിൽ നിൽക്കട്ടെ. അല്ല ഇപ്പൊ ഇല്ല പേഴ്സണൽ മീറ്റിംഗിന് ഒരു സമയം എടുക്കും. പറയാം അപ്പൊ പറയാം. ആ അപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആണ് നാട്ടുകാർ ഡീൽസ് ഒക്കെ വരുമ്പോൾ ഡിങ്കൻ ഡോറിന് പുറത്ത് നിൽക്കാറുണ്ട്. ഡിങ്ക് ടിക്കറ്റ് മിന്നിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞല്ലോ കേട്ട്. ആക്ച്വലി വാസുവിനെ കാണാനായിരുന്നു ഞാൻ വന്നതായിരുന്നു. പരുന്തു വാസു പരണ്ട് വാസു പഴയ പരണ്ട് വാസു ഇല്ലടാ പഴയ മലയാളിയായിരുന്നടാ എന്റെ ഇവിടെ ടിവിയുടെ പഴയ ലീഡറായിരുന്നു. കരടി പെണ്ണ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വാസുവിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ വാസുവിനെ കാണാനായിട്ടായിരുന്നു മെയിൻലി ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ പുള്ളിക്കാരന് എന്തോ പറ്റിന്നൊക്കെ പറയുന്നത് ഒരു ക്ലിയർ ഐഡിയ കിട്ടില്ല. കുട്ടിക്ക് പഴങ്കഞ്ഞി അന്വേഷിച്ച് വന്ന കുട്ടിക്ക് ഇപ്പൊ ഇരിക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. കുട്ടിക്ക് ആവശ്യം പോലെ തിന്നാം. ചന്ദ്ര മണ്ടേ കയറിയില്ല മുകളിൽ താഴോട്ടൊക്കെ കാണാം. ടച്ചിങ്സിന്റെ ആളാണ്. വേറൊരു കഴിവില്ല. അപ്പൊ എന്താണ് പറ്റിയത്? പരണ്ട് വാസം എന്ന് പറയുന്നത് നമ്മുടെ പല മുരളിയാണ്. അപ്പൊ പുള്ളിക്കാരനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ച് കുറച്ച് ദിവസം ടൂർ പോകുന്ന പരിപാടിയുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ടൂർ പോയിട്ട് ഒരു 7 ദിവസമായിട്ട് നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാധാരണ അങ്ങനെ എടുക്കാതിരിക്കുന്ന പതിവില്ല. ഇപ്പൊ 7-8 ദിവസമായിട്ട് വിളിച്ചിട്ട് എടുക്കണില്ല. പിന്നെ മുരളിയുടെ ഗേൾ ഫ്രണ്ട്സിന്റെ ഇതിനെ പറ്റി ഒരു അറിവുമില്ല. പിന്നെ ലാസ്റ്റ് ആകെ പറഞ്ഞിട്ട് പോയിട്ട് ഹിമക്കരടിയെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടാണ് ഗ്യാങ്സിന് ഇറങ്ങിയത്. സംഭവം മുരളിയുടെ ഗേൾ ഫ്രണ്ടിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മുരളി ഇച്ചിരി താടി വരണോന്ന്. അപ്പൊ അതിനും കൂടെ വേണ്ടി ഹിമക്കരടിയെ കാണാൻ പോയി. പിന്നെ ഹിമക്കരടി പണ്ണീനല്ല പിടിച്ച് ചിണ്ടിനാണ് അറിഞ്ഞത്. അപ്പോ ഈ വാസുവിന് താടിയില്ല. എനിക്ക് താടി ഇല്ലാത്ത എല്ലാവർക്കും അങ്ങനെ പറ്ററ്റിക് അല്ല. എനിക്ക് ഈ കൂട്ടത്തിൽ ഈ മിസ്റ്റർ ഗ്രീൻ കോട്ടിന് മാത്രമാണോ താടി ഉള്ളത്? പക്ഷെ അവന് മുഖത്ത് താടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണമുണ്ടല്ലോ കുറച്ച് കുറ്റിത്താടീസ്. ഇപ്പഴേ നമ്മുടെ മുടിയിൽ എണ്ണ എടുക്കാറില്ലല്ലോ വന്നിരിക്കുന്നേ. അപ്പൊ ബാക്കി കാര്യങ്ങള് ഈ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടല്ലോ എന്നെ വിളിച്ചോണ്ടേ. ആര് പറഞ്ഞു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? ഡിങ്കൻ ഞാൻ ഇറങ്ങും കേട്ടോ. ഭയങ്കര ഇടിയും മഴ. ഞാൻ ഓസി പറയുവാണേ. ഭയങ്കര ഇടിയും മഴ. എന്റെ മോണിറ്റർ ഓഫ് ആയി പൊക്കോണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം രണ്ട് മോണിറ്റർ മാറി പവർ പോയിട്ട് വരുമ്പോഴത്തേക്കും മാറി ഓഫ് ആയി പൊക്കോണ്ടിരിക്കുക. സീനാക്കണ്ട
ആ